Hi students, alternating current എന്നുള്ള ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ LCR സീരീസ് സർക്യൂട്ടിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി അതിലൊരു പ്രധാനപ്പെട്ട സ്പെഷ്യൽ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. LCR സീരീസ് ഇൻ റെസൊണൻസ്, ഇലക്ട്രിക്കൽ റെസൊണൻസ് സർക്യൂട്ടിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഇനീഷ്യലി ഒരു സീരീസ് LCR സർക്യൂട്ടിൻ്റെ കപ്പാസിറ്റി റിയാക്റ്റൻസ് വളരെ ലാർജ് ആണെന്ന് വിചാരിക്കാം. ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇസ് വെരി ലോ എന്നും വരിക. ഓക്കെ, വെൽ, ഇനി നിങ്ങൾക്കറിയാം എക്സ് എൽ ഇസ് ഈക്വൽ ടു എൽ ഒമേഗ ആൻഡ് എക്സ് സി ഇസ് ഈക്വൽ ടു 1/c ഒമേഗ. അറിയാമല്ലോ, ഒന്ന് ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് കൂടുന്നു, ഒന്ന് ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. ഇപ്പോൾ ഇനീഷ്യലി ഞാൻ പറഞ്ഞു എക്സ് സി കൂടുതലാണ്, എക്സ് എൽ കുറവാണ്. ശരി, ഇനി എക്സ് എൽ വേരിയേഷൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന എ സിയുടെ ഫ്രീക്വൻസി വേറെ ഒന്നും ചേഞ്ച് ചെയ്തില്ലേ, ഫ്രീക്വൻസി മാത്രം ചേഞ്ച് ചെയ്തു, ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യിപ്പിച്ചു. എന്താ സംഭവിക്കുക? ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്താൽ കപ്പാസിറ്റി റിയാക്റ്റൻസ് കുറയും, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസോ കൂടും ചെയ്യും. നോക്കൂ, ഇപ്പോൾ ആൾറെഡി എക്സ് സി കൂടുതലാണ്, എക്സ് എൽ കുറവാണ്, ഇങ്ങനെ നിൽക്കുന്നു. ഒരു വാല്യൂ ഹൈ ആണ്, ഒരു വാല്യൂ ലോ ആണ്. എക്സ് സിയുടെ ഫ്രീക്വൻസി, എക്സ് സിയിൽ ഫ്രീക്വൻസി കൂടിയാൽ എക്സ് സി വാല്യൂ കുറയും, ഫ്രീക്വൻസി കൂടിയാൽ എക്സ് എൽ വാല്യൂ കൂടും ചെയ്യും. അപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂവിലെത്തുമ്പോൾ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലെത്തുമ്പോൾ എക്സ് എൽ വാല്യൂവും എക്സ് സി വാല്യൂവും സെയിം ആവും. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ കണ്ടീഷനാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുകയും ചെയ്യുന്നത്. വെൽ, ഓക്കെ, അപ്പോൾ അറ്റ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി എന്താ സംഭവിക്കുക? എക്സ് എൽ വിൽ ബി ഈക്വൽ ടു എക്സ് സി. അറ്റ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി എക്സ് എൽ വിൽ ബി ഈക്വൽ ടു എക്സ് സി. ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. എക്സ് എൽ ഇസിക്കൽ എക്സ് സി ആൽ നമ്മൾ സീരീസ് LCR സർക്യൂട്ട് നേരത്തെ വീഡിയോസിൽ പറഞ്ഞ ഇക്വേഷൻസിലൊക്കെ മാറ്റം വരും. കാരണം അവിടെയൊക്കെ എക്സ് സി ഇസിക്കൽ എക്സ് എൽ വന്നു കഴിഞ്ഞാൽ ചില വാല്യൂകളൊക്കെ സീറോ ആയി പോകും അല്ലേ, ആ ഡിഫറൻസ് ഒക്കെ സീറോ ആയി പോകും. ഏതൊക്കെ സീറോ ആയി പോകും നോക്കാം. ഒന്നാമത്തെ കാര്യം, ഐ എം ഇസിക്കൽ വി എം ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ എക്സ് സി മൈനസ് എക്സ് എൽ സീറോ ആയി പോകും. അപ്പോൾ വി എം ബൈ ആർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് വരും, ദാറ്റ് ഇസ് വി എം ബൈ ആർ. വെൽ, അതുപോലെ നമുക്ക് നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ റിസൾട്ടൻറ്റ് വോൾട്ടേജിൻ്റെ കേസിൽ വി ഇസിക്കൽ റൂട്ട് ഓഫ് വി ആർ എം സ്ക്വയർ പ്ലസ് വി സി എം മൈനസ് വി എൽ എം ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ വി സി എം വിൽ ബി ഇസിക്കൽ വി എൽ എം. സോ വി സി എം മൈനസ് വി എൽ എം സീറോ ആയി പോകും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരും. അതുപോലെ ടാൻ ഫൈവ് ഇസിക്കൽ എക്സ് സി മൈനസ് എക്സ് എൽ ബൈ ആർ എന്നുള്ളതിൽ എക്സ് സി മൈനസ് എക്സ് എൽ സീറോ ആണ്, അപ്പോൾ ടാൻ ഫൈവ് സീറോ ആയി പോകും. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അതിനെല്ലാം നിങ്ങൾ നേരത്തെ എഴുതിയ ഇക്വേഷൻസ് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, റെഡി? അങ്ങനെ വന്നാൽ ഈ ഫ്രീക്വൻസി എപ്പോഴാണ് സംഭവിക്കുക, ഏത് ഫ്രീക്വൻസിയിലാണ് ഇങ്ങനെ മാച്ച് ആവുക എന്നുള്ളൊരു ജനറൽ ഇക്വേഷൻ നമുക്ക് കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു കാര്യം പറയാം. എപ്പോഴാണ് ഇത് സെയിം ആവുന്നത്, ഏത് ഫ്രീക്വൻസിയിലാണ് ഇത് സെയിം ആവുക നോക്കിയാൽ പോരെ. അതിന് എന്താണ് കണ്ടീഷൻ? എക്സ് ഇസിക്കൽ എക്സ് എൽ എന്നാണല്ലോ കണ്ടീഷൻ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ ഫ്രീക്വൻസി ഏത് വാല്യൂ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ എക്സ് ഇസിക്കൽ എക്സ് എൽ ആകുമ്പോഴാണ് റെസൊണൻസ് ഉണ്ടാവുന്നത്. ആ ഫ്രീക്വൻസിക്ക് നമുക്ക് ഒമേഗ 0 എന്ന് കൊടുക്കാം. ദർഫോർ XL is equal to XC. So XL is L omega 0 is equal to 1/c omega 0. രണ്ടും മാച്ച് ആവുകയാണ് അല്ലേ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എഴുതാം ഒമേഗ 0 is equal to 1/LC. ഒമേഗ 0 സ്ക്വയർ is equal to 1/LC. So ഒമേഗ 0 is equal to 1/√LC. ഇത് ആംഗുലർ ഫ്രീക്വൻസി, ലീനിയർ ഫ്രീക്വൻസി ആകുമ്പോൾ നിങ്ങൾക്കറിയാം ഒമേഗ is equal to 2πf ആണ്. സോ F is equal to omega by 2π. സോ ലീനിയർ ഫ്രീക്വൻസി F in hertz 1/2π√LC. ഈ ഫ്രീക്വൻസിക്കാണ് എന്ത് വിളിക്കുക? റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയും. എന്താണ് റെസൊണൻസ് ഫ്രീക്വൻസിയിലെ പ്രത്യേകത നമുക്ക് കിട്ടിയിരിക്കുന്നത്? ദെൻ ഐ എം വിൽ ബി ഇക്വൽ ടു വി എം ബൈ ആർ. നേരത്തെ വി എം ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ എന്നായിരുന്നു അല്ലേ. ആ വാല്യൂവിനേക്കാൾ കുറവാണ് ആർ എന്നുള്ള വാല്യൂ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു സീരീസ് LCR സർക്യൂട്ടിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ഉണ്ടാവുന്നത് റെസൊണൻസിലാവുമ്പോഴായിരിക്കും. ഈ കണ്ടീഷനെയാണ് റെസൊണൻസ് വിളിക്കുക. അറ്റ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ദ കപ്പാസിറ്റി റിയാക്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് മാച്ചസ് സോ ദാറ്റ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് വിൽ ബി മാക്സിമം ഇസ് നോൺ ആസ് റെസൊണൻസ് ഇൻ LCR സർക്യൂട്ട്. ഓക്കെ, എ സീരീസ് LCR സർക്യൂട്ട് ഇൻ വിച്ച് ഇറ്റ് അഡ്മിറ്റ്സ് മാക്സിമം കറണ്ട് corresponding to a particular angular frequency of AC source is called a series resonant circuit. Series resonant LCR circuit. ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ. Okay, so resonance is a phenomenon exhibited by only circuit if the circuit contains L and C.
എൽ ആൻഡ് സി ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ഉള്ള സർക്യൂട്ടിൽ മാത്രമേ നമുക്ക് റെസൊണൻസ് കാണാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് സീരീസ് റെസൊണൻസ് LCR സർക്യൂട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടെയൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ സീരീസ് LCR സർക്യൂട്ടിൻ്റെ റെസൊണൻസ് ഐഡിയാസ് അപ്ലൈ ചെയ്യുന്ന ഒരു കേസാണ് നമ്മുടെ മെറ്റൽ ഡിറ്റക്ടേഴ്സ്. ഓക്കെ, നമ്മളെ ഷോപ്പിംഗ് മാളുകളിൽ എയർപോർട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റൽ ഡിറ്റക്ടേഴ്സ്, അവിടെ ഈ സീരീസ് LCR റെസൊണൻസ് സർക്യൂട്ടിൻ്റെ ആപ്ലിക്കേഷനുണ്ട്. രണ്ടാമത്തേത് റേഡിയോ ട്യൂണിങ് സർക്യൂട്ട്സ്, അല്ലേ? റേഡിയോയിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേഷൻ മാത്രമായിട്ട് കേൾക്കാൻ പറ്റുന്നത് നമ്മൾ ഈ റേഡിയോ ട്യൂണിങ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ്. ഈ റേഡിയോ ട്യൂണിങ് സർക്യൂട്ടിൽ സീരീസ് LCR സർക്യൂട്ടിൻ്റെ റെസൊണൻസ് കണ്ടീഷനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ 2 ആപ്ലിക്കേഷൻസ്. വെൽ, ഇനി നമ്മൾ എപ്പോഴാണ് ഏറ്റവും ഷാർപ്പായിട്ട് റെസൊണൻസ് ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് എന്നുള്ളൊരു ഐഡിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഒരു ഗ്രാഫ് നോക്കൂ. ഒരു സീരീസ് LCR സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂസിലുള്ള പീക്ക് വാല്യൂ ഓഫ് കറണ്ടിലുള്ള വേരിയേഷനാണ് വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി. അതിലൂടെ ഡിഫറൻറ്റ് ഫ്രീക്വൻസി ഫ്ലോ ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ പീക്ക് വാല്യൂ IMൻ്റെ വാല്യൂ വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് ആ കൊടുത്തിരിക്കുന്നത്. 2 ഗ്രാഫുകളുണ്ട്. ഒരു ഗ്രാഫിലേക്ക് നോക്കൂ, ആ ബ്ലൂ കളറിലെ ഗ്രാഫിലേക്ക് നോക്കൂ. ആ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ IM എന്നുള്ളതിനൊരു മാക്സിമം വാല്യൂ വരുന്നത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ്, അല്ലേ? നമ്മളെ ഫിഗർ അനുസരിച്ച് 1 റേഡിയൻ പെർ മെഗാ റേഡിയൻ പെർ സെക്കൻഡിലാണ് ഏറ്റവും കൂടുതൽ IM വാല്യൂ ഉള്ളത്. IM എന്നുള്ളതിന് മാക്സിമം വാല്യൂ വരുന്ന ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ്. വേറൊരു ഗ്രാഫ് കൂടി ഇതിൻ്റെ താഴെ ഉണ്ട്. അതിലും മാക്സിമം കറണ്ട് വരുന്നത് എപ്പോൾ തന്നെയാണ്? ഇതേ 1 മെഗാ റേഡിയൻ പെർ സെക്കൻഡ് എന്നാണ്. മെഗാ മീൻസ് 10⁶. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റുക? എല്ലാ ഫ്രീക്വൻസിയിലും കറണ്ടിൻ്റെ പീക്ക് വാല്യൂ സെയിം അല്ല. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ കറണ്ടിൻ്റെ പീക്ക് വാല്യൂ മാക്സിമം, അതിനേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസിയിലും അതിനേക്കാൾ കൂടിയ ഫ്രീക്വൻസിയിലും കറണ്ടിൻ്റെ പീക്ക് വാല്യൂവിൻ്റെ വാല്യൂ കുറവാണ്. ശരിയല്ലേ? ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് പറയുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയ 2 ഗ്രാഫുകൾ കണ്ടില്ലേ? ആ 2 ഗ്രാഫിലും കറണ്ട് മാക്സിമമാണ്, പക്ഷേ ഒന്നിൽ വളരെ മാക്സിമമാണ്, ഒന്നിൽ അതിൻ്റെ വാല്യൂ കുറവാണ്. മാക്സിമമാണ് പക്ഷേ കുറവാണ്, കമ്പാരിറ്റീവ്ലി ആദ്യത്തെ ഗ്രാഫിനേക്കാളും കുറവാണ്, അല്ലേ? എന്താണ് ഈ 2 ഗ്രാഫിലും വ്യത്യാസം? 2 ഗ്രാഫിലും കറണ്ട് മാക്സിമം ആവുന്ന ഒരേ ഫ്രീക്വൻസിയിലാണ്. ഇപ്പോൾ 2 കേസിലുള്ള മാച്ചിങ് ഫ്രീക്വൻസി, റെസൊണൻസ് ഫ്രീക്വൻസി സെയിം ആണ്. കാരണം കറണ്ട് മാക്സിമം ആവുന്ന റെസൊണൻസിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ 2 സർക്യൂട്ടിലും 1 and 2 ഗ്രാഫിന് ഉപയോഗിച്ചിരിക്കുന്ന സർക്യൂട്ടിലും കറണ്ട് മാക്സിമം ആവുന്ന ഒരേ ഫ്രീക്വൻസിയിലാണെങ്കിൽ 2ൻ്റെയും റെസൊണൻസ് ഫ്രീക്വൻസി സെയിം ആണ്. പക്ഷേ ഒന്നിൽ കറണ്ടിൻ്റെ ഹൈറ്റ് കുറവാണ്, അല്ലേ? പീക്ക് വാല്യൂ കുറവാണ്. മറ്റേതിൽ കറണ്ടിൻ്റെ പീക്ക് വാല്യൂ കൂടും. എന്താണ് ഇതിന് കാരണം? അതാണ് നമ്മളിനി സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് എന്നുള്ള ഐഡിയ ഡിസ്കസ് ചെയ്യുന്നത്. ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് റിസീവിങ് എ സിംഗിൾ ഫ്രീക്വൻസി അറ്റ് എ ടൈം എന്നാണ്. receiving a single frequency at a time or receiving a single frequency with a maximum amplitude at a time. അതിനാണ് നമ്മൾ ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് പറയുക. എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ എ സിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഓഫ് AC വരുന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഓഫ് ACനെ മാത്രം അത് അഡ്മിറ്റ് ചെയ്യുകയും അതിൽ കറണ്ട് പീക്ക് വാല്യൂ ആവുകയും കറണ്ട് മാക്സിമം ആവുകയും ബാക്കിയുള്ള ACയുടെ ഒക്കെ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് കുറഞ്ഞിരിക്കുകയും ചെയ്യുക എന്നാണ് അർത്ഥം. ഒരു റേഡിയോയുടെ കേസിലാണെങ്കിൽ റേഡിയോയിലേക്ക് വരുന്ന ഒരുപാട് ACയിൽ അതായത് ഒരു റേഡിയോയുടെ ആൻറ്റിനയിലേക്ക് പല സ്റ്റേഷനുകളിൽ നിന്നുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വരുന്നുണ്ടാവും. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഈ മെറ്റൽ റോഡിൽ ആൻറ്റിനയിൽ ടച്ച് ചെയ്താൽ അതൊരു ചെറിയ AC പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എല്ലാ സ്റ്റേഷനിൽ നിന്നുള്ള വേവ്സ് ഈ ആൻറ്റിനയിൽ ഒരേ സമയം ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആൻറ്റിനയിലെ എല്ലാ സ്റ്റേഷൻ്റെയും അതേ ഫ്രീക്വൻസി ഉള്ള AC അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. വളരെ സ്മോൾ വാല്യൂ ഓഫ് AC ആ മെറ്റൽ റോഡിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിനെ എല്ലാത്തിനെയും അത് റേഡിയോയിലേക്ക് കണ്ടക്ട് ചെയ്യാതെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഓഫ് ACനെ മാത്രം കണ്ടക്ട് ചെയ്യുക, ബാക്കി ലൈനൊക്കെ ബ്ലോക്ക് ചെയ്യുക. ഈ എബിലിറ്റിക്കാണ് നമ്മൾ സെലക്റ്റീവ്നെസ് എന്ന് പറയാം. അതാണ് ഷാർപ്പ്നെസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് Q ഫാക്ടർ ഓർ ക്വാളിറ്റി ഫാക്ടർ. Okay, and the sharpness of resonance is determined by the Q factor or quality factor, and it is known as Q, called as Q. Okay, and it is a ratio of ഒരുപാട് രീതിയിൽ നമുക്ക് ആ ക്വാളിറ്റി ഫാക്ടറിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിലൊന്ന്, the quality factor is a ratio of resonant frequency by bandwidth. ഓക്കെ, എന്താണ് റെസൊണന്റ് ഫ്രീക്വൻസി? നമ്മൾ നേരത്തെ പറഞ്ഞ ω0 ബൈ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 × Δ
ഒമേഗ എന്നാണ്. എന്താണ് ഈ 2 ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫിലെ ആ ഗ്രാഫിൽ IM മാക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കറണ്ടിൻ്റെ പീക്ക് വാല്യൂവിൻ്റെ ഹയസ്റ്റ് വാല്യൂ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാല്യൂവിൻ്റെ 1/√2 വാല്യൂ ഉള്ള ഒരു വാല്യൂ മാർക്ക് ചെയ്യുക താഴെ. IM/2, IM max/2 അല്ല, IM max/√2 വാല്യൂ ഉള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഗ്രാഫിലേക്ക് ഒരു ലൈന് വരച്ചു കഴിഞ്ഞാൽ അത് ടച്ച് ചെയ്യുന്ന 2 ഫ്രീക്വൻസികൾ ഉണ്ടാവും. ഗ്രാഫ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന 2 പോയിന്റുകൾ ഉണ്ടാവും. അതാണ് ഒന്ന് ω1, ω. ഇവർ തമ്മിലെ ഡിഫറൻസ് ആണ് ആക്ച്വലി 2 ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ആ ബാൻഡ് വിഡ്ത്തിൻ്റെ ഈ റെസൊണൻറ്റ് ഫ്രീക്വൻസിയുടെ റേഷ്യോ കാണും നമ്മൾ ക്യൂ ഫാക്ടർ എന്ന് പറയാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ക്യൂ ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് കപ്പാസിറ്റി റിയാക്റ്റൻസ് ബൈ റെസിസ്റ്റൻസ് ഓർ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ബൈ റെസിസ്റ്റൻസ് ഈസ് നോൺ ആസ് ക്യൂ ഫാക്ടർ. ക്വാളിറ്റി ഫാക്ടർ Q is equal to XC/R or XL/R ഓർ നേരത്തെ പറഞ്ഞ പോലെ ω0/2 ഡെൽറ്റ ഒമേഗ. ഇതെങ്ങനെ ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ എങ്ങനെ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോട്ട്സ് റെഫർ ചെയ്യാം. ഓക്കെ, വെൽ, എനിവേ, ക്വാളിറ്റി ഫാക്ടർ മീൻസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഓർ ഇറ്റ് ഡിറ്റർമിൻസ് ദ സെലക്റ്റീവ്നെസ് ഓഫ് എ സീരീസ് LCR സർക്യൂട്ട്. സീരീസ് LCR സർക്യൂട്ടിൻ്റെ മെയിൻ അപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റേഡിയോ ട്യൂണിംഗ് സർക്യൂട്ടാണ്. അപ്പോൾ ആ റേഡിയോ ട്യൂണിംഗ് സർക്യൂട്ടിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അറ്റ് എ ടൈം ഒരു സ്റ്റേഷൻ മാത്രമായിട്ട് കേൾക്കാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ ഒരു സ്റ്റേഷനിലെ വേവ്സ് മാത്രമാണോ വരാൻ പറ്റുക? അല്ല, എല്ലാ സ്റ്റേഷനിലെ വേവ്സും ആൻറ്റിനയിലെത്തും. പക്ഷേ ആൻറ്റിനയിൽ നിന്ന് എത്തിയിരിക്കുന്ന ഈ വേവ്സ് ഉണ്ടാക്കുന്ന AC ഔട്ട്പുട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒന്നിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്ത് ബാക്കിയുള്ളതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവണമെങ്കിൽ അതിന് സെലക്റ്റീവ്നെസ് ഹൈ ആയിരിക്കണം. അത് ഡിറ്റർമിൻ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ക്യൂ ഫാക്ടർ ഓർ ക്വാളിറ്റി ഫാക്ടർ. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, റെസിസ്റ്റൻസ് വളരെ ലോ ആയിട്ടുള്ള ഒരു സീരീസ് LCR സർക്യൂട്ടിലാണ് ഏറ്റവും നല്ല സെലക്റ്റീവ്നെസ് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വാളിറ്റി ഫാക്ടർ ഓർ ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ്. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ AC സർക്യൂട്ടിലെ പവർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ ചെയ്തപ്പോൾ പവർ ഓരോന്നിനും സെപ്പറേറ്റ് കാണുന്ന മെത്തേഡ് നമ്മൾ ചെയ്തിരുന്നു. അതിന് പകരം നമ്മൾ എല്ലാറ്റിലും AC സർക്യൂട്ടിൽ ഏതിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ പവറിനൊരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആക്ച്വലി ഇത് ആവറേജ് പവർ തന്നെയാണ് കാണുന്നത്, ഇൻസ്റ്റന്റേനിയസ് പവർ അല്ല, ആവറേജ് പവർ. ഓക്കെ, സോ വി ഹാവ് എ ടോപ്പിക് പവർ ഇൻ AC സർക്യൂട്ട്. വെൽ, നോക്കാം. നമുക്കറിയാം ഫോർ എ സീരീസ് LCR സർക്യൂട്ട്, എല്ലാ കമ്പോണൻസും ഉള്ള ഒരു കേസിൽ സീരീസ് LCR സർക്യൂട്ട് നമുക്കറിയാം വോൾട്ടേജ് V = Vm sin ωt, I = Im sin ωt + ϕ. ϕ ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ അല്ലേ. അതിൽ Im = Vm/Z, പീക്ക് വാല്യൂ ഓഫ് കറണ്ട് = Vm/Z, ആൻഡ് ϕ, tan ϕ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ϕ = tan ഇൻവേഴ്സ് ഓഫ് XC - XL/R. ഇനി ഇതിൽ ഇൻസ്റ്റന്റേനിയസ് പവർ P = V × I. V is Vm sin ωt and I is Im sin ωt + ϕ അല്ലേ. നമുക്ക് ട്രിഗണോമെട്രിക് റിലേഷൻസ് ഉപയോഗിച്ചിട്ട് അതിനെ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? P = Vm Im/2 × cos ϕ മൈനസ് cos 2 ωt + ϕ എന്ന് വരും. ഇനി ഇതിനെ നമ്മൾ ആവറേജ് കാണണം. ഈ ഫംഗ്ഷന് നമ്മൾ ആവറേജ് കാണണം. ആവറേജ് ഓഫ് P, നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻ്റെ ആവറേജ് കാണുന്ന മെത്തേഡ് നമുക്ക് ഓർമ്മ ഉണ്ടാവും. ആ ആവറേജ് കാണണം. അത് ആവറേജ് കാണേണ്ട ആർക്ക് മാത്രമായിരിക്കും എന്ന് നോക്കൂ. Vm Im/2 ആവറേജ് ഇല്ല, ഒക്കെ ഫിക്സഡ് വാല്യൂസ് ആണ്. cos ϕക്കും ആവറേജ് ഇല്ല. പിന്നെ വരുന്ന cos 2 ωt + ϕക്കാണ് ഈ ആവറേജിൻ്റെ ഇഷ്യൂ വരുന്നുള്ളൂ. ആ cos 2 ωt + ϕയെ നമ്മൾ ആവറേജ് കണ്ടാൽ 0 ആണ് കിട്ടുക. നമ്മൾ നേരത്തെ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്ത് 1/t ∫ (0 to t f of t dt) ചെയ്തില്ലേ? ആ മെത്തേഡ് നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് ചെയ്തില്ലേ? അതേ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ ഈ ഫംഗ്ഷൻ 0 ആയിട്ട് വരും. വെൽ, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ആവറേജ് പവർ = Vm Im/2 × cos ϕ. റൈറ്റ്? അത് നമുക്കിങ്ങനെ Vm/√2 × Im/√2 × cos ϕ എന്നാക്കി എഴുതാം. വാട്ട് ഇസ് Vm/√2? Vrms. Im/√2 Irms. So Vrms × Irms × cos ϕ. So we can have an equation like this. Average power is equal to Vrms × Irms × cos ϕ എന്ന് എഴുതാൻ പറ്റും. This cos ϕ is known as power factor. Okay, cos ϕ is known as power factor. And Vrms × Irms is known as virtual power. Virtual power. And as you know, P in that bracket, it is average power. So we can have like this. Average power is equal to virtual power into power factor.
average of power is equal to VRMS into IRMS is virtual power into cos phi is known as power factor. ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. വെൽ, ഇനി ഇത് നമ്മൾ LCR സർക്യൂട്ടിൻ്റെ കേസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന് ഓരോ സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. റെസിസ്റ്റർ മാത്രം, കപ്പാസിറ്റർ മാത്രം, ഇൻഡക്ടറിലെ എല്ലാ കേസിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. AC സർക്യൂട്ടിലെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഓക്കെ, അതുകൊണ്ട് ഫോർ എ പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് നമുക്കറിയാം കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. സോ ഫൈ ഇസ് ഇക്വൽ ടു 0. സോ കോസ് ഫൈ അതായത് പവർ ഫാക്ടർ ഇസ് 1. അപ്പോൾ എന്താ വരിക? ആവറേജ് പവർ ഇസ് ഇക്വൽ ടു VRMS ഇൻറ്റു IRMS എന്നാണ് വരിക. ഓക്കെ, സോ പവർ ഉണ്ടായിരിക്കും അല്ലേ. ഇനി ഫോർ ഇൻഡക്റ്റീവ് ഓർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ഫൈ ഇസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് പൈ ബൈ 2. സോ പവർ ഫാക്ടർ കോസ് ഫൈ ഇസ് ഇക്വൽ ടു കോസ് പൈ ബൈ 2 0. കോസ് ഫൈ 0. ദർഫോർ ആവറേജ് പവർ ഇസ് 0. അതുകൊണ്ടാണ് അവരെ നമ്മൾ വാട്ട്ലെസ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഈ ഇൻഡക്ടറിലൂടെ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ വാട്ട്ലെസ് കറണ്ട് എന്ന് വിളിക്കുന്നു. ഓക്കെ, വെൽ സീരീസ് LCR സർക്യൂട്ട് എടുത്താലോ ഫൈ ക്യാൻ ബി പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂ അല്ലേ. സോ പവർ ഡിസിപ്പേറ്റഡ് വിൽ ബി ഇക്വൽ ടു ആവറേജ് പവർ ഇക്വൽ VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ. ഇനി അതിൽ LCR ഇൻ റെസൊനൻസ്, അപ്പോൾ ഫൈ 0 ആയി, വീണ്ടും ഫൈ 0 ആയി. അപ്പോൾ XC മൈനസ് XL ഇസ് ഇക്വൽ ടു 0, ഫൈ ഇസ് ഇക്വൽ ടു 0, കോസ് ഫൈ ഇസ് ഇക്വൽ ടു 1. സോ ആവറേജ് പവർ ഇസ് ഇക്വൽ ടു വീണ്ടും VRMS ഇൻറ്റു IRMS or I square R or V square by R, VRMS square by R. ഈ ഇക്വേഷൻസ് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. ഇതാണ് AC സർക്യൂട്ടിലെ പവർ കാണാനുള്ള, ജനറലി പവർ കാണാനുള്ള ഇക്വേഷൻ. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.